ആകെ 10-12 ഇത്ര നേരം ആലോചിച്ചിട്ട് ഇതാണോ നീട്ടത്? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഓസ്ട്രിയ എത്തി. ചേട്ടൻ മിണ്ടാണ്ട് സ്റ്റൈലായിട്ട് ചിരിച്ചു മാത്രം നിൽക്കുന്നു. ആ കറക്റ്റ്, ഇന്നലെ കിട്ടിയല്ലോ, പക്ഷെ ഇന്ന് കിട്ടി. യെസ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഡ്രൈവ് ചെയ്ത് എത്തി. ഓസ്ട്രിയ ഓൾറെഡി എത്തി. ഓൾസോ നമ്മൾ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് 2-3 റൂട്ട്സ് നമ്മൾ കവർ ചെയ്തു. നല്ല എന്താ പറയണ്ടേ, സ്നോയി ഫോഗി വിൻ്ററാണ്. ഇനി മഗ്ഡിന് ഓൾറെഡി ലഞ്ച് കഴിച്ചു. ബട്ട് നമ്മളിവിടെ എത്തിയെങ്കിലും നിങ്ങളെല്ലാവരും നമ്മളുടെ ജേർണി കണ്ടിട്ട് വാ, അല്ലേ? അപ്പോഴേക്കും നമ്മൾ Airbnb എത്തും. അൻറ്റിൽ ദെൻ കുഞ്ഞി ബൈ. ചൂസ് പറയാനായില്ലല്ലേ, തുടങ്ങിയുള്ളൂ. അപ്പം ഗുഡ് മോർണിംഗ്. ചൂസ് എന്താണെന്ന് ആർക്കും ഡൗട്ട് വേണ്ട. ചൂസ് മീൻസ് ജർമ്മനിൽ ബൈ ബൈ, ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുന്നതാണ്. അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം തന്നെയുള്ള ട്രിപ്പാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. പക്ഷേ ഞാൻ ഇടുമ്പം ഇപ്പം ജനുവരി ഒക്കെ ആയി. ഈ ട്രിപ്പ് ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ക്രിസ്മസ് ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. കാരണം ഇതിരുന്ന് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ അത്ര ഈസി അല്ല. ഞാനൊരു ബിഗിനറാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടൈം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു ക്രിസ്മസ് ഒക്കെ കഴിയട്ടെ, റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയയിലത്തെ ഷാർൻസ്റ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം ഒരു റൂറൽ ഏരിയ ആണ്. ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു എയർബിഎൻബിയിലൊക്കെ പോയി വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സമയത്ത് പുറത്തൊക്കെ പോയി വരുന്നു, പിന്നെയും ഇരിക്കുന്നു. കാരണം വിൻ്റർ ആണല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ പുറത്തുള്ള വ്യൂ അടിപൊളിയായിരുന്നു, അമേസിങ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രോസ്റ്റ് ആണ് കേട്ടോ, സ്നോ അല്ല. ആൻഡ് ഈ കാണുന്ന വിഷ്വൽസൊക്കെ ജർമ്മനിയിൽ നിന്ന് തന്നെയുള്ള വിഷ്വൽസാണ്. നമ്മൾ വിൻഷീൽഡ് എത്ര ക്ലീൻ ചെയ്താലും റോഡിൽ സോൾട്ടും ഉണ്ട്, ഈ ഫ്രോസ്റ്റും ഉണ്ട്. അതുകൊണ്ട് വിൻഷീൽഡ് എപ്പോഴും ഡേർട്ടി ആയിക്കൊണ്ടിരിക്കും. ഈ കാണുന്നതാണ് കേട്ടോ സ്നോ ക്ലീനിങ് വണ്ടി മെഷീൻ. ഇത് അത്യാവശ്യം സ്നോയിങ് ഉള്ള സമയത്ത് വന്നിട്ട് സ്നോയും ക്ലീൻ ചെയ്യും, അതുപോലെ സോൾട്ട് വെതറും റോഡിൽ. ആ ഉപ്പ് കാരണം ഐസ് ഫോം ചെയ്തതൊക്കെ മെൽറ്റായി പോകും. അതാണ് കേട്ടോ സംഭവം. വിൻ്റർ ഡീൻസ്റ്റ് എന്ന് പറഞ്ഞാൽ വിൻ്റർ സർവീസ് എന്നാണ് അതെല്ലാം എഴുതി വെച്ച് കണ്ടില്ലേ. അപ്പം ആ കാണുന്ന ബോർഡോടെ നമ്മൾ ജർമ്മനി ഓസ്ട്രിയ ബോർഡർ കടന്നു ഓസ്ട്രിയയിലേക്ക് കയറി. മുന്നിൽ കാണുന്ന ഹിൽസിലത്തെ വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര അടിപൊളിയാണ്. നേരിട്ട് കാണുമ്പം ഇതിനേക്കാളും ഒരുപാട് അടിപൊളിയായിരുന്നേ. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഇലയില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ടണൽ വ്യൂ പോലെ ഉണ്ടായിരുന്നു, 2 സൈഡിലും മരങ്ങൾ നിന്നിട്ട്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിച്ചോ, വെതർ കുറച്ചും കൂടെ മാറി. നേരത്തെ ഒരു ബ്രൈറ്റ് വൈറ്റ് യെല്ലോയിഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൂയിഷ് വെതറായില്ലേ. ഞങ്ങൾ ഈ ഒരു ലൊക്കേഷൻ നോക്കി തന്നെയാണ് കേട്ടോ വന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ സാൽസ്ബാഗ് എന്ന് പറയുന്നൊരു റിവറും കൂടെ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചേട്ടായിയൊക്കെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രൈവും അടിപൊളിയായിരുന്നു. അപ്പം എങ്ങാനും സെയിം ഒരു ഫീൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ സ്നോ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഫീൽ അതുപോലെ തന്നെയായിരുന്നു. ഫ്രണ്ടിൽ ചെറിയൊരു ഏരിയയിൽ മാത്രം സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രമാത്രം ഭംഗിയില്ലേ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഈ ഒരു സ്ഥലത്തൂടെ ഡ്രൈവ് എൻജോയ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ മെയിനായിട്ടുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു റോഡ്, ഒരു മൊത്തം സ്നോ കവേർഡ് ആയിട്ടുള്ള ഒരു റോഡ് കണ്ടോ? അതെന്തോ പ്രൈവറ്റ് റോഡാണ്, ആരും ക്ലീൻ ആക്കാത്തതുകൊണ്ട് അവിടെ ഫുൾ സ്നോ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ കോൾഡ് വെതറിൽ കുറച്ച് ഫോഗും ഈ കുറച്ച് ഏരിയയിൽ മാത്രം സൺലൈറ്റ് അടിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു കേട്ടോ, ഈ ഒരു ഏരിയയിൽ കൂടി ഡ്രൈവ് ചെയ്യാന്നുള്ളത്. ആ ഡ്രൈവ് നല്ലപോലെ ആസ്വദിച്ചു. അപ്പോഴാണ് നമ്മുടെ സൈഡിൽ കൂടെ ഓസ്ട്രിയയിലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് OBB ആ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഒരു പ്ലാൻഡ് ഡെസ്റ്റിനേഷനാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഏകദേശം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ഈ ഭയങ്കര സൺലൈറ്റ് മാത്രമേ ഉള്ളൂ. മുഖത്തേക്ക് സൺലൈറ്റ് അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യുമ്പോഴും, ഈ ഒരു സീസണിൽ എസ്പെഷ്യലി. അപ്പം ഈ ഒരു ഏരിയ കണ്ടിട്ട് നമ്മൾക്ക് തിരിച്ച് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് ഉച്ച ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലഞ്ച് കഴിക്കാമെന്നും ഓർത്തു. നല്ല ഫോഗി ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിട്ടേൺ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലൊരു ഷ്ലോസ് ഉണ്ടായിരുന്നേ, ഒരു ക്യാസിൽ. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറിയില്ല. ഒരുപാട് ക്യാസിൽസിൽ ഓൾറെഡി പോയിട്ടുണ്ട്. ഇതാണ് വെയിലടിക്കുന്ന ഏരിയ. വെയിലടിക്കുന്ന ഏരിയയിൽ കണ്ടോ, ഫ്രോസ്റ്റ് ഇല്ല,
അത്യാവശ്യം സ്നോ ഒട്ടും ഇല്ല, എല്ലാം മെൽറ്റായി പോയിട്ടുണ്ട്. ഇതാണ് വെയിലടിക്കുന്ന ഹിൽസും വെയിലടിക്കാത്ത ഹില്ലിൻ്റെയും സൈഡിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം നമ്മൾ മഗ്ഡിയിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. മഗ്ഡിയിലെത്തി ഫുഡൊക്കെ വാങ്ങി. ഞാൻ വാങ്ങിയതൊരു പൈനാപ്പിൾ റാപ്പായിരുന്നേ. ഓസ്ട്രേലിയൻ മെനു കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കണ്ട ഒരു ചെറിയ ആക്രാന്തത്തിൽ ഞാൻ ഗൂട്ടൻ അപ്പറ്റീറ്റ് പറഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ല. സാരമില്ല. എന്തായാലും നമ്മൾ റിട്ടേൺ ജേർണി തുടങ്ങി. പാട്ട് കേട്ടിരിക്കുമ്പം ഈ വോയിസ് ഓവർ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. എന്നാലും ഞാൻ ചെറിയൊരു കാര്യം പറയാമെന്ന് ഓർത്തു. ഉണ്ണി ചേട്ടായും നല്ലപോലെ പാട്ട് പാടും. രണ്ടുപേരും ഇച്ചിരി പാട്ടൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പം ഒരു കോൺസേർട്ട് പോലെയായിരുന്നു നമ്മുടെ ഡ്രൈവ്. ഒരുപാട് പാട്ട് പാടി, നോൺ സ്റ്റോപ്പായിട്ട് പാട്ട് പാടി. ഇൻഫാക്റ്റ് 3 പേരുടെയും തൊണ്ടയ്ക്കൊക്കെ വേദന എടുത്തായിരുന്നു. ഒരുപാട് പാടിയ പാട്ടുകളിൽ 1-2 പാട്ടിൻ്റെ അവരുടെയൊക്കെ പെർമിഷനോടെയുള്ള ചെറിയ പാട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എൻജോയ് ഇറ്റ്. അടിപൊളി കേട്ടോ. What do you think, DJ? പാട്ട് കേട്ടല്ലോ അല്ലേ? ആക്ച്വലി ഇടയ്ക്ക് എൻ്റെ ഒച്ച വരുന്ന കുറച്ച് ബോറാണെന്ന് എനിക്കറിയാം. പക്ഷേ അവരുടെ പാട്ട് വെക്കാൻ വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒച്ചയുള്ള പോർഷനും കൂടി എനിക്ക് വെക്കേണ്ടി വന്നു. ഞാൻ അത്രയും ഭയങ്കര ഒരു സിംഗറൊന്നും അല്ല. അതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാര്യമായി ഫോക്കസ് ചെയ്ത് പാടിയില്ലായിരുന്നു. അപ്പം എൻ്റെ ഒച്ച വന്ന പോർഷൻ കുറച്ച് ബോറായിട്ടുണ്ടാവാം. ഞങ്ങൾ എന്തായാലും പാട്ട് പാടി എയർബിഎൻബിയുടെ ലൊക്കേഷനിലേക്ക് ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഇത് ഓസ്ട്രിയയിലെ കുറച്ച് റൂറൽ ഏരിയ ആണ്. ഷാർൻസ്റ്റൈൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ വിചാരിച്ച ഏകദേശം ഒരു 4 മണിയായെന്ന് തോന്നുന്നു എത്തിയപ്പോൾ. നമ്മളങ്ങനെ എയർബിഎൻബി ലൊക്കേഷനിലെത്തി. അടിപൊളി ലൊക്കേഷനാണ്. ഫുൾ ഇവിടെ സ്നോ പെയ്തിട്ടുണ്ട്. ആക്ച്വലി ഹൈഡ്രാഞ്ചിയ പൂത്ത് ഉണങ്ങിയതിൽ സ്നോ നിൽക്കുന്നു. ഫ്രഷ് സ്നോ ആണ്. ആക്ച്വലി ഹാർഡായിട്ടില്ല. ഇവിടുത്തെ എയർബിഎൻബി ഓണർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സ്നോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം. ഞാൻ ഉള്ളിൽ പോയിട്ടൊരു ഹൗസ് ടൂർ ചെയ്യാം. നിങ്ങൾ പാട്ട് പാടിക്കൊണ്ട് വന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് വന്നിട്ട് തൊണ്ടവേദനയാണ്. നല്ല ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്ത്. ചെരുപ്പിടാൻ പാടില്ലെന്നാ? കുഞ്ഞൊരു ലിവിങ് റൂം, TV. എല്ലാവരും മെല്ലെ പോയി നോക്കി. ഞാൻ നിങ്ങളെയും മെല്ലെ കാണിച്ചു തരാം. ഒരു അടിപൊളി ഡൈനിങ് ഏരിയ ഇതാട്ടോ. നമ്മൾ കയറി വന്ന വഴി. ആൻഡ് ദെൻ DJ എല്ലാ ലൈറ്റ്സും ഒന്ന് ഓണാക്കാവോ? ഒരു പടിയുണ്ട്. തടുക്കുന്നുണ്ടോ?
നല്ല തണുപ്പുണ്ട് പുറത്ത്. കിച്ചൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഇത് ഇവരുടെ മറ്റേ ലെഡർ ഹോസ് പോലത്തെ ആ ബവേരിയൻ പാൻറ്റിൻ്റെ കൂട്ട്. ഇത് കിച്ചൺ, ഫ്രിഡ്ജ്. ഇത് ഒരു ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ പുറത്തുള്ള വ്യൂ കൂടെ ഞാൻ വേഗം കാണിച്ചു തരാം. ബെഡ്റൂമിൻ്റെ പുറത്ത് ബാക്ക് യാർഡാണ് കാണുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ കാണാൻ നല്ലതല്ലേ. ഇത് ലാവെൻഡർ ആണ്. ലാവെൻഡർ, പൂത്ത ലാവെൻഡർ പറിച്ചിങ്ങനെ വെക്കും. നല്ല മണം വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി എനിക്കൊന്ന് ഇത് ട്രാഷ് ഇടാനുള്ള സംഭവമാണ്. ബാത്റൂം, ടബുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. സിമിലർ വ്യൂ ആണ് ബെഡ്റൂമിൽ. സിമിലർ വ്യൂ ആണ് പുറത്ത്. ഇവർ കിച്ചണൊക്കെ തുറന്നെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് എല്ലാം ചെയ്യാം. എംറ്റി ആണല്ലേ. ആ ഇതാണോ മറ്റേ സെക്കൻഡ് ബെഡ്റൂം? ഈ ബെഡ്റൂമിന് വിൻഡോ ഇല്ല. ആ ഇവിടെ ഉണ്ട്. രണ്ടും നല്ല വ്യൂ ആട്ടോ. ഐ മീൻ ഇത് എങ്ങനെയുണ്ട് ഉണ്ണി സ്റ്റേ? ഡിജെ ചേട്ടയാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മിസ്റ്റർ റോബിൻ. ഈ ഫേസ് പിൻ നിങ്ങളെല്ലാവരും കണ്ടാണ്. ഞാൻ ആദ്യം ഓർത്ത് എൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലോസറ്റ് പുറത്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഓർത്ത്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പേപ്പർ വേസ്റ്റ് അതെന്ന് കണ്ടത്. റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കാറിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. സൺസെറ്റ് ആയി ഓൾമോസ്റ്റ്. സോ പുറത്ത് പോകാനില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. ചേട്ടയുടെ വക റമ്മി കളിക്കാനുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. എനിക്കും ഡിജെക്കും റമ്മി കളിക്കാൻ അറിയില്ലായിരുന്നു. ചേട്ടയെ പഠിപ്പിച്ചു തന്നു. ആൻഡ് ഇറ്റ് വാസ് അൾട്ടിമേറ്റ് ഫൺ. ആകെ 10-12 അതിൽ നിന്ന് ഒരു 2-3 എണ്ണം എടുത്ത് താഴെ വെക്കാനാണ്. ഇത്ര നേരം ആലോചിച്ചിട്ട് ഇതാണോ നീട്ടത്? എന്താ ഉണ്ണിയാർക്കും ഉപകാരമില്ലാത്ത കളി കളിച്ചാണ്. ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ട സാധനം മാത്രം മതിയായിരുന്നു എനിക്കൊരു സെറ്റാക്കാൻ. ഹലോ ഡിജെ. ചേട്ടാ ഉണ്ണി ആസ് എ ഗുരു ഞാൻ ജയിച്ചെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ചേട്ടയ്ക്ക് നല്ല കഷ്ടം, സങ്കടം. ഞാൻ ജയിച്ചു, അറിയത്തില്ലെങ്കിലും ജയിച്ചു. എനിക്ക് ഫസ്റ്റത്തെ ഉണ്ട്. ഇത് കൂട്ടില്ല. എന്തത് എനിക്ക് 19 പോയിന്റ് കിട്ടിയപ്പോ ആരും സഹായിക്കാൻ വന്നില്ല. 10 നേട്ടെ. ഉണ്ണി ഞാൻ 2 എണ്ണം അടുപ്പിച്ച് ജയിച്ചടാ. ആ ഗുരു കൃതാർത്ഥനായി. നീയോ? ഐ മീൻ ഞാൻ ഓർത്തില്ലടാ. അറിയത്തില്ല, ഓർത്തില്ല. അത് ആക്ച്വലി മനസ്സിന്ന് പോയി. നമ്മുടെ ശിക്ഷ ആ ഇരിക്കുന്ന പഴത്തൊരു തിന്നാനാ. ഉണ്ണി ഡിജെ പഴത്തൊരു തിന്നാൻ. ചേട്ടൻ വരുമ്പോൾ ചോദിക്കണം പഴത്തിൽ കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറയാമെന്ന് ഓർത്തെ. വീഡിയോയിൽ എൻ്റെ മുഖം കുറച്ച് ചുവന്നിരിപ്പുണ്ട്. അത് കുറേ ചിരിച്ചായതാട്ടോ, മേക്കപ്പ് അല്ല. പഴത്തൊലി വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക എന്നുള്ള ശിക്ഷ മാറി പഴത്തൊലി കഴിക്കുക എന്നുള്ള ശിക്ഷയൊക്കെയായി മാറിയായിരുന്നു. ആരും ശിക്ഷയൊന്നും ഏറ്റെടുത്തില്ല. പിന്നെ ഞാനായിരുന്നു തോറ്റത്. അതുകൊണ്ട് ശിക്ഷേനെ പറ്റി ഞാൻ മിണ്ടിയേയില്ല. നമ്മൾ ഡിന്നർ കഴിച്ചു. ചേട്ടായി ചിക്കൻ കറി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ അവിടെ നിന്ന് കുക്ക് ചെയ്തു. റൈസൊക്കെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡേ കഴിഞ്ഞു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇന്ന് ബേസിക്കലി ട്രാവൽ ചെയ്ത് ഇവിടെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. ട്രാവൽ ചെയ്ത് വന്നു, റെസ്റ്റ് എടുത്ത് ഇവിടെ സെറ്റിലായി. ഹോൾസൊക്കെ കഴിഞ്ഞ 2 ദിവസം അത്യാവശ്യം ഹെക്ടിക്കായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ വേണമായിരുന്നു. പിന്നെ നമ്മളൊക്കെ റമ്മി കളിച്ചു. അങ്ങനെ ഇനി നാളെയാണ് മെയിൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നാളെ
സ്ലെഡ്ജിങ്ങിന് പോകണം, പിന്നെ ഒരു ലേക്ക് ഉണ്ട് അവിടെയൊക്കെ പോകണം. അപ്പോൾ ഇനി നാളത്തെ വ്ളോഗ് നാളെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.